വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പി.കെ. ബാപ്പു ഹാജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് അമിതമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യാപാര ലൈസൻസ് ഫീസുകൾ, മാലിന്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ പിരിവ്, മറ്റൊരു മേഖലയിലും ഇല്ലാത്ത ഭീമമായ പിഴപ്പലിശ എന്നിവ ഒഴിവാക്കുന്നതിന് മന്ത്രി പ്രഖ്യാപിച്ച ഇളവുകൾ ഉടൻ നടപ്പിലാക്കി വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മേൽ വിഷയത്തിൽ സർക്കാർ തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ സമരങ്ങളുടെ വിജയമായി സർക്കാരിന്റെ പുതിയ തീരുമാനമെന്ന് യോഗം വിലയിരുത്തി. പരിപാടി ജില്ലാ പ്രസിഡന്റ് പി.കെ. ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഈ തരം കാഴ്ചകൾ മുഴുവൻ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തപ്പം അവിടെ ഞങ്ങളുടെ തീരുമാനം അവിടുത്തെ കച്ചവടക്കാരും, പ്രത്യേകിച്ച് കച്ചവടക്കാർ നമ്മൾ ഒന്നുകൂടി കരുതലോടുകൂടി ശ്രദ്ധിക്കണം. ആ കച്ചവടക്കാർ ഒരു 10 രൂപ കീശയില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നത്. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഒ.പി. രാജൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര, ജില്ലാ ജനറൽ സെക്രട്ടറി വി. സുനിൽകുമാർ, ട്രഷറർ ജിജി കെ. തോമസ്, സെക്രട്ടറി കെ.എം. ഹനീഫ, മണ്ഡലം ജനറൽ സെക്രട്ടറി കെ. ബീരാൻ, ട്രഷറർ പി.എം. അജ്മൽ, എം. മമ്മുണ്ണി, പ്രേമൻ ചെറുവണ്ണൂർ, യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ് നൌഷിദ് അരീക്കാട്, മിനി പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.